ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ രുചികരമായി ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒന്നാം തരം ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ്. അതിനുവേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിത് വറുത്തെടുക്കാം. 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കരിയാതെ നമുക്ക് വറുത്തു കോരാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നുപരിപ്പ്. കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിത് വറുത്തു കോരാം. ഇനി 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് തുവരപ്പരിപ്പ്. ഇത് നമ്മൾക്ക് നന്നായി വറുത്തെടുക്കാം. കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കഴുകി വെള്ളം തോർത്തിയ 1/4 കപ്പ് അരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇനി നമ്മൾ 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി നമുക്ക് വറുത്ത് പോരാം. ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച കായം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തരിപ്പായിട്ട് നമുക്ക് 2 ബാച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. വളരെ രുചികരമായ ഈ ചമ്മന്തിപ്പൊടി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.